എന്താണ് കാലോറീസ്? നമ്മൾ പാക്കറ്റ് ഫുഡൊക്കെ വാങ്ങുന്ന സമയത്ത് അതിന്റെ ലേബലിൽ കാണാൻ പറ്റും 100 കാലോറീസ് അതല്ലെങ്കിൽ 500 കാലോറീസ്. സോ എന്താണ് ഈ നമ്പേഴ്സ്? കാലോറി എന്ന് പറയുന്നത് നമ്മുടെ ബോഡി യൂസ് ചെയ്യുന്ന എനർജിയുടെ ഒരു മെഷറിംഗ് യൂണിറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡിസ്റ്റൻസിന് കിലോമീറ്റർ വെച്ചിട്ടായിരിക്കും മെഷർ ചെയ്യുക. അതേപോലെ തന്നെ വെയിറ്റിന് കിലോഗ്രാം. സോ അതുപോലെ നമ്മൾ ബോഡി യൂസ് ചെയ്യുന്ന എനർജിയെ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് കിലോ കാലോറീസ്. ഒരു മീഡിയം ബനാനയ്ക്ക് ഏകദേശം 100 കിലോ കാലോറീസ് എനർജി ഉണ്ടാവും. നമ്മളൊരു ബനാന കഴിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമ്മുടെ ബോഡിക്ക് 100 കിലോ കാലോറീസ് എനർജി ആയിരിക്കും ലഭിക്കുക. പിന്നെ ഓരോ ഫുഡ് ഐറ്റംസിനും അതിന്റെ ന്യൂട്രീഷൻ വാല്യൂ അനുസരിച്ചിട്ട് അതിന്റെ കാലോറി ഡിഫറെന്റ് ആയിരിക്കും. അതിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ചും കാലോറി ചേഞ്ച് ചെയ്യും. ഒരു വ്യക്തിക്ക് അയാളുടെ ബേസിക് ബോഡി ഫംഗ്ഷൻസ് നടക്കാനും അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് എനർജി വേണം. ഈ ബേസിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ബ്രീതിങ്, അതുപോലെ ഹെർട്ട് ബീറ്റ്, അതുപോലെ ബ്രെയിൻ ഫംഗ്ഷൻസ്, ഡയജഷൻ. സോ ഈ കാര്യങ്ങൾക്ക് ബോഡിക്ക് എനർജി വേണം. അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ റണ്ണിങ്, വാക്കിംഗ്, അല്ലെങ്കിൽ ഫിസിക്കലി ഇൻവോൾവ് ആയ ജോബ്സ്, അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ്. സോ ഈ കാര്യങ്ങൾക്ക് ബോഡിക്ക് എനർജി ആവശ്യമാണ്. സോ ഈ എനർജി നമുക്ക് ലഭിക്കുന്നത് ഫുഡിൽ നിന്നായിരിക്കും. അതുപോലെ ഓരോ വ്യക്തിക്കും വേണ്ടുന്ന എനർജി ഡിഫറെന്റ് ആയിരിക്കും. അതായത് ആ വ്യക്തിയുടെ ഹൈറ്റ്, വെയിറ്റ്, ഏജ്, സോ ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ വ്യക്തിക്ക് എത്ര എനർജി വേണമെന്ന് തീരുമാനിക്കുക. ഒരു വ്യക്തിക്ക് ആളുടെ ബേസിക് ബോഡി ഫംഗ്ഷൻസിനും അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും കൂടിയിട്ട് 2000 കാലോറിയാണ് വേണ്ടെന്ന് വിചാരിക്കുക. സോ ആ വ്യക്തി 2000 കാലോറി ഫുഡ് ഡെയിലി എടുക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ബോഡി വെയിറ്റ് സെയിം ആയിരിക്കും, അവിടെ ചേഞ്ചസ് ഉണ്ടാവില്ല. പക്ഷെ ഇതേ സ്ഥാനത്ത് ആ വ്യക്തി 2000 കാലോറിന്റെ കൂടുതൽ, അതായത് 2500 അല്ലെങ്കിൽ 3000 കാലോറി ഒക്കെ ഫുഡിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോങ് ടേമിൽ പോകുന്ന സമയത്ത് എക്സസീവ് എനർജി അവിടെ ഫാറ്റ് ആയിട്ട് ബോഡിയിൽ സ്റ്റോറേജ് ചെയ്യും. സോ ആളുടെ ബോഡിയിൽ ഫാറ്റ് മാസ് കൂടും, വെയിറ്റും കൂടും. അതുപോലെ ഇതേ വ്യക്തി ആ 2000 കാലോറിയും താഴെ, അതായത് 1500, 1800 കാലോറി എന്നൊക്കെ ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം 2000 മെയിൻ്റനൻസ് കാലോറിയുള്ള ഒരു വ്യക്തി 1500 കാലോറിയാണ് ഫുഡിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പം റിമൈനിങ് 500 കാലോറി ബോഡി എവിടെ നിന്ന് എടുക്കുക? നമ്മൾ ബോഡിയിൽ സ്റ്റോർ ചെയ്ത ഫാറ്റിൽ നിന്നായിരിക്കും റിമൈനിങ് 500 കാലോറി എനർജി എടുക്കുക. സോ നമ്മുടെ ബോഡിയിലെ ഫാറ്റ് അവിടെ ലോസ് ആവും. സോ ഇങ്ങനെയാണ് ബോഡിയിൽ ഫാറ്റ് ലോസ് സംഭവിക്കുന്നത്. സോ ഓരോ വ്യക്തിക്കും വേണ്ടുന്ന എനർജി റിക്വയർമെന്റ്സ് ഡിഫറെന്റ് ആണ് പറഞ്ഞിരുന്നു. അതായത് ആളുടെ ബോഡി വെയിറ്റ്, ഹൈറ്റ്, ഏജ്, ഫിസിക്കൽ ആക്ടിവിറ്റി. സോ ഇതൊക്കെ ബേസ് ചെയ്തായിരിക്കും ആൾക്ക് ഒരു ദിവസം എത്ര എനർജി വേണമെന്ന് പറയാം. സോ ഇതെങ്ങനെ കണ്ടെത്താം? സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ പിന്നീട് ഷെയർ ചെയ്യുന്നതായിരിക്കും.